ാണ് ഈ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട വന്യമൃഗ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും. കാസർഗോഡ് ഇരിയണ്ണിയിൽ പുലിഭീതി തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും രാത്രി പുലി എത്തിയതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ബോവിക്കാനത്തും മുളിയാറും വനംവകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും മുളിയാർ റിസർവ് വനമേഖലയിൽ ഒന്നിൽ കൂടുതൽ പുലികൾ ഉണ്ട് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ മനസ്സിലായത്. മുളിയാർ റിസർവ് വനമേഖലയോട് ചേർന്നുള്ള മുളിയാർ പഞ്ചായത്തിലെ ഇരിയണ്ണി എന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ജനവാസ മേഖലയാണ്. ഏകദേശം 500-ലധികം വീടുകൾ ഈ ഭാഗത്ത് മാത്രമുണ്ട്. പക്ഷേ വന്യമൃഗശല്യം മൂലം പുറത്തിറങ്ങാൻ ഈ ഭാഗത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ പേടിയാണ്. പൂവടുക്കക്കാരുടെ പ്രിയപ്പെട്ട തെരുവുനായ രാമകൃഷ്ണനും ഒടുവിൽ പുലിയുടെ ഇരയായി. 5 വർഷത്തോളമായി പൂവടയ്ക്ക് കാവലായി ഈ നായയുണ്ടായിരുന്നു. മുളിയാർ റിസർവ് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിലെല്ലാം ഇതുതന്നെയാണ് സ്ഥിതി. വളർത്തുനായ്ക്കളെയും തെരുവ് നായ്ക്കളെയും പുലി പിടിച്ചു. ഇരിയണ്ണിയിലെ കുഞ്ഞമ്പൂവിൻ്റെ പശുവിനെ പുലി ആക്രമിച്ചത് 3 ദിവസം മുൻപാണ്. അതും വീട്ടുമുറ്റത്ത് വെച്ച്. രാത്രി ഒരു ഒച്ച കേട്ടു. ഞാനിവിടെ പുറത്താന്ന് കിടക്കുന്ന ഈ ആന വന്നതിന് ശേഷം ഇവിടെ പുറത്താന്ന് കിടക്കില്ല, ഉള്ളിൽ കിടക്കില്ല. ഉള്ളിൽ കിടന്നൊന്നും അറിയുന്നില്ല. എന്തോ ഒരു ഒച്ച കേട്ടിട്ട് നോക്കുമ്പോഴേക്ക് പുലി കരക്കേന്ന് കടിച്ചനെ കടിച്ചിട്ട് ഇങ്ങനെ 2 പുറത്തേക്ക് വരുന്നുണ്ട്. ആന മുമ്പ് ഇപ്പോൾ കുറഞ്ഞിന്, മുമ്പേ ഇഷ്ടം പോലെയുണ്ട്. പുലി ഇവിടെ ഇപ്പോൾ ഈ കിടക്കുന്ന ഒരു 50 ഉണ്ടാവും. കാരണം ഒരു 4 കൊല്ലം മുമ്പേ ഇങ്ങനെ ഇത്രക്കില്ല പുലിനെ കാണുമ്പോൾ ചില ആൾ പറഞ്ഞ് കത്തപ്പുലി കുറുക്കാൻ പൂച്ച വലുതായത് കണ്ടം പൂച്ച എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പോയതാണ്. അന്നേണ്ട് പുലി. ഇപ്പോൾ 50 പുലി ഉണ്ടാവും മൊത്തം. മുളിയാർ വനത്തിനുള്ളിൽ 5-ലധികം പുലികളുണ്ട്. പുലികൾ നാട്ടിലിറങ്ങുന്നത് കാരണം സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തിറങ്ങാൻ പേടിയാണ്. മക്കളെ സ്കൂളിലേക്ക് അയക്കുന്നത് പോലും പലരും നിർത്തി. നമുക്കിപ്പോൾ പശുവെല്ലാം പോയാൽ പ്രശ്നമില്ല, നമുക്ക് മാത്രം നഷ്ടം. പക്ഷെ നമ്മളെ കുട്ടികളെല്ലാം 1 മൈൽ ഇത്ര ദൂരം നടന്നിട്ട് പോകുന്നതല്ലേ. പിന്നെ ഇപ്പോൾ ഇവിടെ കഴിവിലവരായിട്ട് അങ്ങനെ വണ്ടിയിൽ തന്നെ കാറിലെല്ലാം കൊണ്ടാക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ സ്കൂട്ടിയിൽ കൊണ്ടാക്കാൻ പറ്റുന്നവർ വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒന്നുമില്ലാത്തവർ രാവിലെ കുഞ്ഞുങ്ങൾ അങ്ങനെ കൊണ്ടാക്കും. മേഖലയിൽ പുലിശല്യം രൂക്ഷമായതോടെ വനം വകുപ്പിൻ്റെ RRT സംഘം പ്രദേശത്ത് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആനയെയും പുലിയെയും നേരിടാനുള്ള ആയുധങ്ങളൊന്നും ഇവരുടെ കൈവശമില്ല. വനനിയമങ്ങൾ പരിഷ്കരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. RRT ടീം ആനേനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള RRT ടീമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അവർക്കിപ്പോൾ ഇവരിപ്പോൾ വരുന്നത് അവരും ഒരു ജീവിതം സേഫ് എന്ന് പറയാൻ പറ്റില്ല. ഇവർക്ക് അങ്ങനെയുള്ള പിന്നെ തോക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പുലിയുടെ അടുത്ത് പോകുമ്പോൾ ഒരു മുൻകരുതൽ അവർക്കും വേണ്ടേ. പുലിഭീതി വർദ്ധിച്ചതോടെ വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. പ്രദേശത്ത് സ്ഥാപിച്ച 12 ക്യാമറകളിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 4 പുലികളെയാണ് ഉദ്യോഗസ്ഥർ കണ്ടത്. കൂടാതെ ആന, കാട്ടുപോത്ത്, പന്നി എന്നിവയുടെ ശല്യവും ജനങ്ങൾക്ക് തീരാ ദുരിതം സമ്മാനിക്കുന്നു. ജില്ലയിലെ ദേലമ്പാടി, കാറടുക്ക, മൂളിയാർ പഞ്ചായത്തിലെ ജനങ്ങൾ വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടുകയാണ്. കാട്ടുപോത്തിനും പന്നിക്കും പുറകെ പുലി കൂടി നാട് കീഴടക്കിയിരിക്കുന്നു. വനം വകുപ്പിൻ്റെ RRT സംഘത്തിന് കയ്യിൽ പടക്കമല്ലാതെ മറ്റൊന്നുമില്ല. ആരാണിവർക്ക് സുരക്ഷയൊരുക്കേണ്ടത്? വനനിയമങ്ങൾ പൊളിച്ചെഴുതേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ.